ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ നോബൽ പ്രൈസും പത്മ അവാർഡ്സും ഒക്കെ നമ്മളൊന്ന് റിവൈസ് ചെയ്ത് പോവുകയാണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകുന്ന ഹരിവരാസനം പുരസ്കാരം 2025 അർഹനായത് ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അപ്പോൾ ഹരിവരാസനം പുരസ്കാരം 2025 നേടിയതാരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ മലയാളി സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ആരാണ്? MT വാസുദേവൻ നായർ. 2025 പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ മലയാളി കായിക താരമാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? PR ശ്രീജേഷ് ആണ്. അദ്ദേഹത്തിൻ്റെ ഇനം ഏതാണ്? ഹോക്കിയാണ് കേട്ടോ. 2025 പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാളി കായിക താരന്മാരാണ് PR ശ്രീജേഷ് ആണ്. ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? മോഹൻലാലാണ്. ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ലഭിച്ചു എന്നുള്ളത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പിക്ക് ചെയ്തത്. കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാൻ രത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ ജയന്ത് വിഷ്ണു നർലിക്കർ ആണ് കേട്ടോ. ഡോക്ടർ ജയന്ത് വിഷ്ണു നർലിക്കറിനാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാൻ രത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചിട്ടുള്ളത്. 2025 സംസ്ഥാന സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരം നേടിയതാരാണ്? MR രാഘവ വാര്യരാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2025 സംസ്ഥാന സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരം നേടിയതാരാണ്? MR രാഘവ വാര്യർ കേട്ടോ. കേരളം MR രാഘവ വാര്യർ കേട്ടോ. ജ്യോതിയാണ് കേരള ജ്യോതി. MR രാഘവ വാര്യർ. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന് 2025 വയലാർ അവാർഡ് നേടിയ കഥാകാരൻ സന്തോഷ് കുമാറാണ് കേട്ടോ. അപ്പോൾ തപോമയിയുടെ അച്ഛൻ എന്ന നോവൽ എഴുതിയിരിക്കുന്നത് ആരാണ്? സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിനാണ് ആ കൃതിക്ക് എന്ത് കിട്ടി? 2025 വയലാർ അവാർഡ് ലഭിക്കുകയുണ്ടായി കേട്ടോ. 2025 കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ കവി ആരാണ്? KG ശങ്കരപ്പിള്ളയാണ്. KG ശങ്കരപ്പിള്ള ഇമ്പോർട്ടൻ്റ് ആണ്. എഴുത്തച്ഛൻ പുരസ്കാരം മിക്കവാറും ചോദിക്കും. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആരാണ് നേടിയിരിക്കുന്നത്? KG ശങ്കരപ്പിള്ളയാണ്. ഇത് പറയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് അമ്മമാർ, പിന്നെയാണ് കൊച്ചിയിലെ വൃക്ഷങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണേ. കൊച്ചിയിലെ വൃക്ഷങ്ങൾ, അമ്മമാർ, കൊച്ചിയിലെ വൃക്ഷങ്ങൾ. പിന്നെയാണ് സഞ്ചാരി മരങ്ങൾ. പിന്നെ ഒന്നും കൂടി ഉണ്ട്, ഞാനോൻ്റെ എതിർകക്ഷി എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഞാനോൻ്റെ എതിർകക്ഷി. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? അമ്മമാർ, പിന്നെന്താണ്? കൊച്ചിയിലെ വൃക്ഷങ്ങൾ, സഞ്ചാരി മരങ്ങൾ, പിന്നെ ഞാനോൻ്റെ എതിർകക്ഷി. നമ്മൾ ഈ മലപ്പുറം ഭാഷയിൽ പറയുന്നതാണ് ഇത്. ഞാനോൻ്റെ പറയില്ലേ, അതാണ് പറയുന്നത്. ഞാനോൻ്റെ എതിർകക്ഷി കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ KG ശങ്കരപ്പിള്ളയുടെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ 4 കൃതികളും കൂടെ ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ KG ശങ്കരപ്പിള്ളയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ ചോദിച്ചിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ്. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണൻ. പത്മപ്രഭ ആല കേട്ടോ. ONV കൾച്ചറൽ അക്കാദമിയുടെ 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് പ്രഭാവർമ്മയാണ് കേട്ടോ. പ്രഭാവർമ്മ, ONV പ്രഭ കേട്ടോ. ഓൻ എന്തൊരു പ്രഭയാണെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ONV പ്രഭ കേട്ടോ. 2025 ONV സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മ. 2025 മാഗ്സസെ പുരസ്കാരം ലഭിച്ച എഡ്യൂക്കേറ്റ് ഗേൾസ് സംഘടനയുടെ സ്ഥാപക സഫീന ഹുസൈനാണ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നടന്ന ഏതൊരു റീസെൻ്റ് എക്സാമിൽ ഇങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2025 മാഗ്സസെ പുരസ്കാരം ലഭിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? എഡ്യൂക്കേറ്റ് ഗേൾസ് എന്നതാണ് കേട്ടോ. അതിൻ്റെ സ്ഥാപക ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സഫീന ഹുസൈനാണ് കേട്ടോ. എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന സംഘടനയുടെ സ്ഥാപക ആരാണ്? സഫീന ഹുസൈൻ. 2025 ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രമാണ് ആടുജീവിതം. പൃഥ്വിരാജിൻ്റെ ആടുജീവിതം അല്ലേ. ബെന്യാമിനാണ് നോവൽ എഴുതിയിരിക്കുന്നത്. 2025 ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രം ഏതാണ്? ആടുജീവിതം. ഇനിയാണ് 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആരാണ്? വിനോദ് കുമാർ ശുക്ലയാണ് കേട്ടോ. ആരാണ്? 2025 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരാണ്? വിനോദ് കുമാർ ശുക്ലയാണ്. അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്.
2025 ഹാർട്ട് ലാമ്പ് എന്ന ചെറുകഥാ സമാഹാരത്തിന് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? ബാനു മുഷ്താഖാണ് കേട്ടോ. ബാനു മുഷ്താഖിനാണ് 2025 എന്താണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. ഏത് ചെറുകഥാ സമാഹാരത്തിനാണ്? ഹാർട്ട് ലാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറുകഥാ സമാഹാരത്തിനാണ്. ഓർത്തിരിക്കണേ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാളി നോവലിസ്റ്റാണ് അഖിൽ പി ധർമ്മജൻ. നോവൽ ഏതാണ്? റാം കെയർ ഓഫ് ആനന്ദി. ഒരുപാട് ട്രെൻഡിങ് ആയി പോയിട്ടുള്ള ഒരു നോവലായിരുന്നു റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരത്തിന് ആര് അർഹനായിട്ടുണ്ട്? അഖിൽ പി ധർമ്മജൻ. അദ്ദേഹത്തിൻ്റെ ഏത് നോവലായിരുന്നു? റാം കെയർ ഓഫ് ആനന്ദി. മറക്കരുതേ. 2025 ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് ആരാണ്? KP ശങ്കരനാണ് കേട്ടോ. പ്രൊഫസർ KP ശങ്കരനാണ് 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2025 ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രം, മികച്ച നടി, മികച്ച സംവിധായകൻ, മികച്ച ഒറിജിനൽ തിരക്കഥ, എഡിറ്റിംഗ് എന്നീ 5 പുരസ്കാരങ്ങൾ നേടിയ അമേരിക്കൻ ചലച്ചിത്രം ഏതാണ്? അനോറയാണ് കേട്ടോ. എന്തായാലും ചിലപ്പോൾ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. കാരണം 5 പുരസ്കാരങ്ങളാണ് ഒരേ ഒരു സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് 2025 ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായിട്ടും മികച്ച നടി, മികച്ച സംവിധായകൻ, മികച്ച ഒറിജിനൽ തിരക്കഥ, എഡിറ്റിംഗ് എന്നീ 5 പുരസ്കാരങ്ങളാണ് ആര് നേടിയിരിക്കുന്നത്? അനോറ എന്ന് പറഞ്ഞിട്ടുള്ള ചലച്ചിത്രം നേടിയിരിക്കുന്നു കേട്ടോ. ഓസ്കാറാണ്. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ 4 ലേബർ കോഡുകളെക്കുറിച്ച് പഠിക്കുന്നതിനായി കേരള സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് V ഗോപാല ഗൗഡിയാണ് കേട്ടോ. ഇതുപോലുള്ള ഓരോരോ പുതിയ സമിതിയുടെ അധ്യക്ഷൻ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫെയറിൽ. അപ്പോൾ ഇതെന്തായാലും പഠിക്കണേ. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പുതിയ 4 ലേബർ കോഡുകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷനാണ് ആരെന്ന് പറയുന്നത്? V ഗോപാല ഗൗഡ. രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനുകൾ ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്? ലോക് ഭവൻ എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ രാജ്ഭവനുകൾ നമ്മുടെ ഗവർണറുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള രാജ്ഭവൻ ഇനി എന്ത് പേരിൽ അറിയപ്പെടും? ലോക് ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് അതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ ശുഭാംശു ശുക്ല അല്ലേ. എന്തായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ ഒരു നേട്ടം എന്ന് പറയുന്നത്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞിട്ടുള്ളൊരു നേട്ടമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അദ്ദേഹം ലക്നൗ സ്വദേശിയാണ്. കൂടാതെ ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എവിടെ എത്തുന്നത്? ബഹിരാകാശ നിലയത്തിൽ എത്തുന്നത്. ആക്സിയം 4 മിഷൻ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഓർമ്മയുണ്ടാകണേ. 2025 ജൂണിലാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഓർമ്മയുണ്ടാവണേ. ഇത് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ചോദിക്കും. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ 2ാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല കേട്ടോ. ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും ബഹിരാകാശത്തെത്തിയ 2ാമത്തെ ഇന്ത്യക്കാരനുമാണ് കേട്ടോ. ഓർത്തിരിക്കണം. ഒന്ന് ബഹിരാകാശ നിലയത്തിലാണ് എത്തിയിരിക്കുന്നത്. രാകേഷ് ശർമ്മയാണ് ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്. 2ാമത്തത് ശുഭാംശു ശുക്ല. പക്ഷേ ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ശുഭാംശു ശുക്ല തന്നെയാണ് കേട്ടോ. ഇനി ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ടവർ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ദൗത്യത്തിൽ പോയിരിക്കുന്ന റോക്കറ്റിൻ്റെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫാൽക്കൺ 9 എന്നുള്ളതാണ് കേട്ടോ. ഫാൽക്കൺ 9. ഇനി അതിലുൾപ്പെട്ടവരാരൊക്കെയാണ്? ശുഭാംശു ശുക്ല പൈലറ്റ്, പെഗ്ഗി വിൽസൺ ചോദിക്കും കമാൻഡർ ആയിരുന്നു, സ്ലാവോ സുസ്നാൻസ്കി വിസ്നിയേവിസ്കി മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു, ടിബോർ കാപ്പു മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. എന്തെല്ലാം പേരുകളാണ് അല്ലേ. എന്തായാലും പഠിച്ച് ജസ്റ്റ് ഒന്ന് മൈൻഡിലെങ്കിലും കയറ്റിയേക്കണം. നമുക്ക് കാണുമ്പോഴെങ്കിലും ഓർമ്മ വരണം. ശുഭാംശു ശുക്ല, പെഗ്ഗി വിൽസൺ, സ്ലാവോ സുസ്നാൻസ്കി, പിന്നെ ടിബോർ കാപ്പു. ഇത്രയും പേരായിരുന്നു ഈ ദൗത്യ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മറക്കരുതേ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് റെയിൽവേ പാലം ഏതാണ്? ചെനാബ് പാലമാണ്. 359 മീറ്ററാണ് ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് റെയിൽവേ പാലം ഏതാണ്? അത് ചെനാബ് പാലമാണ്. 359 മീറ്ററാണ് ഉയരം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദേവ് പ്രയാഗ് ജനാസു തുരങ്കമാണ് കേട്ടോ. ദേവ് പ്രയാഗ് ജനാസു തുരങ്കമാണ് എന്താണ് പറയുക, നമ്മുടെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദേവ് പ്രയാഗ് ജനാസു തുരങ്കമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടെ ഓർത്തിരിക്കുക. കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ കേരളത്തിലെ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടിരിക്കുന്ന ഏറ്റവും നീളമുള്ളതും പിന്നെ വലിപ്പമുള്ളതുമുള്ളതായിട്ടുള്ളൊരു പാലം ഏതാണെന്ന് ചോദിച്ചാൽ അത് കുമ്പിച്ചൽ കടവ് പാലമാണ് കേട്ടോ. തിരുവനന്തപുരത്താണ് കുമ്പിച്ചൽ കടവ് പാലം കേട്ടോ. കുമ്പിച്ചൽ കടവ് പാലമാണ് തിരുവനന്തപുരത്താണ് കേട്ടോ ഉള്ളത്.
അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇത് രണ്ടും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഒന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതായിരുന്നത്? ദേവപ്രയാഗ് ജനാസു തുരങ്കം. കൂടാതെ കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിപ്പമുള്ളതും പിന്നെന്താ നീളമുള്ളതുമായിട്ടുള്ള ഒരു പാലമായിരുന്നു എന്തെന്ന് പറയുന്നത്? കുമ്പിച്ചൽ കടവ് പാലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ. 253.4 മീറ്ററാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ 2 പോയിന്റും കൂടെ ഓർത്തിരുന്നിട്ട് പഠിക്കുക കേട്ടോ. 2025 ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലം ഏതാണ്? പാമ്പൻ പാലമാണ്, രാമേശ്വരത്തെ അല്ല, രാമേശ്വരത്തെ പാമ്പൻ പാലമാണ് 2025 ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പാമ്പൻ പാലം, രാമേശ്വരം. ഇന്ത്യയിലെ ആദ്യത്തെ ISS സർട്ടിഫിക്കേഷൻ നേടിയ പോലീസ് സ്റ്റേഷൻ ഏതാണ്? അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ഒരു പദവി, നമ്മുടെ ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ISS സർട്ടിഫിക്കേഷൻ നേടിയ പോലീസ് സ്റ്റേഷൻ ഏതാണ്? അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചതെന്നാണ്? 2025 നവംബർ 1 കേരളപ്പിറവി ദിനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുന്നത് കേട്ടോ. 2025 നവംബർ 1. കൂടെ തന്നെ ഓർത്തിരിക്കുക, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായിട്ട് പ്രഖ്യാപിച്ച ഒരു നിയമസഭാ മണ്ഡലമുണ്ട്, നിയമസഭ നിയോജക മണ്ഡലമുണ്ട്. ഏതാണത്? ധർമ്മപടമാണ് കേട്ടോ. ധർമ്മപടമാണ് കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള നിയമസഭ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ധർമ്മപടം. അത് 2025 ഏപ്രിൽ 14 കേട്ടോ അത് പ്രഖ്യാപിക്കുന്നത്. ധർമ്മപടത്തെ എന്താണ് കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായിട്ട് പ്രഖ്യാപിക്കുന്ന നിയമസഭാ നിയോജക മണ്ഡലം ധർമ്മപടം കേട്ടോ. അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഓർത്തിരിക്കണേ. ഇനി 2025 ഓഗസ്റ്റ് 22 ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി ഔദ്യോഗികമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചതെന്നാണ്? പ്രഖ്യാപിച്ചത് 2025 ഓഗസ്റ്റ് 22 പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. കേരളമാണ്. പ്രഖ്യാപിച്ചത് ആരാണ്? പിണറായി വിജയനാണ് കേട്ടോ. ഡേറ്റ് വർഷം ഓർത്തിരിക്കണം. ആരാണ് പ്രഖ്യാപിച്ചതെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് കേരളത്തിന് പിണറായി വിജയൻ 2025 ഓഗസ്റ്റ് 22 പ്രഖ്യാപിച്ചു കേട്ടോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ 2025 ഓഗസ്റ്റ് 22 ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുന്നു. കൂടാതെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ടും കേരളത്തിന് എന്താണ് 2025 നവംബർ 1 അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. ഓർമ്മിരിക്കണേ. ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ രോഗങ്ങൾ, പുതിയതായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ എവിടെ ഉണ്ടായി, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ മരണം എവിടെയാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ കേട്ടോ. അത്തരത്തിലുള്ളതാണ്. ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് ഇന്ത്യയിൽ ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? പൂനെയിലാണ് കേട്ടോ. കേരളത്തിൽ ആദ്യം മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ. ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ മരണം എവിടെ റിപ്പോർട്ട് ചെയ്തു? പൂനെയിലാണ് റിപ്പോർട്ട് ചെയ്തത്. ഇനി കേരളത്തിലാണെങ്കിൽ ആദ്യം മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴയിലാണ്. 2025 മലയാറ്റൂർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരാണ്? ഇ സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ കൃതി തപോമയിയുടെ അച്ഛൻ. 2025 മലയാറ്റൂർ സാഹിത്യ പുരസ്കാരത്തിനും അർഹനായിരിക്കുന്നത് ആരാണ്? ഇ സന്തോഷ് കുമാറാണ്. കൃതി തപോമയിയുടെ അച്ഛൻ. പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഗോവ എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? ഗോവ. ജനുവരി 2025 സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച കർഷക സുരക്ഷാ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? കർഷകർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, പിന്നെന്താണ്? പെൻഷൻ, ദുരന്ത സഹായം എന്നിവയാണ്. 2025 ജനുവരിയിൽ എന്താണ് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചു? ഒരു കർഷക സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചു. അവയുടെ ലക്ഷ്യം എന്തൊക്കെയായിരുന്നു? കർഷകർക്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കും, പെൻഷൻ ഉണ്ടായിരിക്കും, ദുരന്ത സഹായം ചെയ്യും. അപ്പോൾ ഇത്രയാണ് അതിൽ ഉൾപ്പെടുന്ന പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ആരാണ്? ക്രിസ്റ്റി കവൻട്രിയാണ് കേട്ടോ. ക്രിസ്റ്റി കവൻട്രിയാണ്. ആഫ്രിക്കൻ വനിതയാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ക്രിസ്റ്റി കവൻട്രിയാണ് കേട്ടോ. ക്രിസ്റ്റി കവൻട്രി. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ എന്ന് പറയുന്നത് കേട്ടോ. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്ന കേന്ദ്ര പദ്ധതി ഏതാണ്? നക്ഷ എന്നുള്ളതാണ്. 2025 ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ BR അംബേദ്കറുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? യുനെസ്കോ ആസ്ഥാനമായിട്ടുള്ള പാരീസിലാണ് കേട്ടോ. യുനെസ്കോ ആസ്ഥാനം പാരീസ് കേട്ടോ. ഈ അനാച്ഛാദനം കണ്ടോ? അനാച്ഛാദനം ഇതൊക്കെ മലയാളത്തിൽ ചോദിക്കുന്നതാണ് കേട്ടോ. 2025 ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ BR അംബേദ്കറുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? യുനെസ്കോ ആസ്ഥാനം പാരീസിലാണ്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളതാണ് നോബൽ പ്രൈസ് കേട്ടോ. ഇതിൽ ഞാൻ 2025 മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ.
നിങ്ങൾ 2024 കൂടെ നോക്കണം കേട്ടോ. 2024 കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കണം. ഇനി അഥവാ ബൈ ചാൻസിൽ അതും കൂടെ ചോദിച്ചാലോ, ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ഇത് പഠിക്കുന്ന കൂട്ടത്തിൽ അപ്പോൾ തന്നെ 2024 കൂടെ ഒന്ന് മറച്ചു പോവാം കേട്ടോ. ഇപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ ആർക്കാണ് കിട്ടിയിരിക്കുന്നത് നോബൽ പ്രൈസ്? മേരി ഇ ബ്രങ്കോ, ഫ്രെഡ് റാംസ്റ്റൽ, ഷിമോൺ സഗാഗുച്ചി കേട്ടോ. മേരി ഇ ബ്രങ്കോ, ഫ്രെഡ് റാംസൽ, ഷിമോൺ സഗാഗുച്ചി എന്നിവർക്കാണ് വൈദ്യശാസ്ത്രത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഭാസത്തെക്കുറിച്ചുള്ള കണ്ടെത്തലിനായിരുന്നു കേട്ടോ അവർക്ക് വൈദ്യശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഭൗതിക ശാസ്ത്രത്തിൽ ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? ജോൺ ക്ലാർക്ക്, മൈക്കിൾ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനീസ് കേട്ടോ. ഭൗതിക ശാസ്ത്രത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിനും പിന്നെ ഒരു ഊർജ്ജ ക്വാണ്ടൈസേഷൻ സംബന്ധിച്ചിട്ടുള്ള കണ്ടെത്തലിനായിരുന്നു കേട്ടോ. ഭൗതികശാസ്ത്രം ആർക്കൊക്കെ കിട്ടി? ജോൺ ക്ലാർക്ക്, മൈക്കിൾ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനിൻസ്. ഓർത്തിരിക്കാൻ മറന്നുപോകരുത്. ഇനി സാഹിത്യത്തിൽ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ലാസ്ലോ ക്രിസ്നഹോഗയ്ക്കാണ് കേട്ടോ. ലാസ്ലോ ക്രിസ്നഹോഗയ്ക്കാണ്. ഹംഗേറിയൻ എഴുത്തുകാരനാണ് ലാസ്ലോ ക്രിസ്നഹോഗ. അതേക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നോവലുണ്ട്, സദൻ ടാൻഗോ എന്ന് പറയുന്നത് കേട്ടോ. സദൻ ടാൻഗോ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ നോവലാണ്, പ്രസിദ്ധമായിട്ടുള്ളൊരു നോവലാണ് സദൻ ടാൻഗോ എന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, പ്രസിദ്ധമായിട്ടുള്ള സദൻ ടാൻഗോ എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ എഴുതിയത് ആരാണെന്ന് ചോദിക്കാം. ആരാണ്? ലാസ്ലോ ക്രിസ്നഹോഗയാണ് കേട്ടോ, ഹംഗേറിയൻ എഴുത്തുകാരനായിട്ടുള്ള. ഇനി രസതന്ത്രത്തിൽ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? സുസുമ കിറ്റഗാവ, റിച്ചാർഡ് റോബസൺ, ഒമർ എം യാഗി കേട്ടോ. സുസുമ കിറ്റഗാവ, റിച്ചാർഡ് റോബൻസൺ, ഒമർ യാഗിക്കാണ് രസതന്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. MOFS എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് MOF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്, അതാണ് കേട്ടോ MOF എന്ന് പറഞ്ഞിട്ടുള്ള. അതിൻ്റെ വികസനത്തിനായിരുന്നു കേട്ടോ അവർക്ക് രസതന്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഈ MOF അതെന്ന് പറഞ്ഞാൽ ഈ വായുവിൽ നിന്നൊക്കെ വെള്ളം വേർതിരിക്കാനും പിന്നെ ഹരിത ഊർജ്ജ സംഭരണത്തിനൊക്കെ ഉപകരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് കേട്ടോ ഈ MOF എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടെത്തലിന്, അതിൻ്റെ വികസനത്തിനായിരുന്നു അവർക്ക് രസതന്ത്രത്തിൽ എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്? നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി സമാധാനത്തിൽ ആരാണ് നേടിയിരിക്കുന്നത്? മരിയ കോറിന മച്ചാഡോ. വെനിസ്വലയിൽ നിന്നുള്ള മരിയ കൊറിന മച്ചാഡോയ്ക്കാണ് സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. സാമ്പത്തികത്തിൽ ജോയൽ മൂക്കർ, ഫിലിപ്പ് പഗ്യോൺ, പീറ്റർ ഹോവിറ്റ് എന്നിവർക്കാണ് സാമ്പത്തികത്തിൽ നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അവരുടെ പഠന വിഷയം എന്ന് പറയുന്നത് നവീനതയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ച എന്നുള്ളതായിരുന്നു കേട്ടോ. നവീനതയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ച എന്നതായിരുന്നു അവരുടെ വിഷയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ജോയൽ മൂക്കർ, ഫിലിപ്പ് പഗ്യോൺ, പീറ്റർ ഹോവിറ്റ്. അപ്പോൾ നോബൽ പ്രൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് മുന്നേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്, നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കാനുള്ളത്. റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന അപ്പോയിൻമെൻറ്റ് മാത്രമേ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ മുന്നേ നോക്കിയിട്ടുണ്ടാവുന്നതാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. നോക്കിയിട്ടില്ലെങ്കിൽ നോക്കണേ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യമാണ്. വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണെങ്കിൽ അലക്സാണ്ടർ തോമസ്. അവിടെ രാമസുബ്രഹ്മണ്യൻ, ഇവിടെ അലക്സാണ്ടർ തോമസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയാണ്. ചിലപ്പോൾ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ടാവുക. കാരണം രാജ്കുമാർ ഗോയൽ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഡിസംബറിലാണ് അപ്പോയിൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ടും പഠിച്ചു വെക്കുക കേട്ടോ. അതിലേതാണോ ഉള്ളത് അത് ബബിൾ ചെയ്യുക കേട്ടോ. ഹീരാലാൽ സമരിയ, രാജ്കുമാർ ഗോയൽ കേട്ടോ. രാജ്കുമാർ ഗോയൽ ഇപ്പോൾ ഡിസംബറിൽ കയറിയിട്ടേ ഉള്ളൂ. ഞാൻ എടുത്ത് പറയുന്നത് ഇപ്പോൾ ഡിസംബറിൽ കയറിയിട്ടേ ഉള്ളൂ. ഓപ്ഷനിൽ ഹീരാലാൽ സമരി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ രാജ്കുമാർ ഗോയൽ കൊടുക്കുക ഉണ്ടെങ്കിൽ കേട്ടോ. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ ആരാണ്? വി ഹരിനായർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി ഹരിനായർ. ഒരു കാര്യം കൂടെ കേട്ടോ, ഈ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഒരാളെയും കൂടെ അറിഞ്ഞിരിക്കാനുണ്ട്. PR രമേശ് പറഞ്ഞിട്ടൊരു വ്യക്തി കേട്ടോ. PR രമേശ് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യത്തെ മലയാളിയാണ് കേട്ടോ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായിട്ടുള്ള ആദ്യ മലയാളി ആരാണ്? PR രമേശാണ്. ഓർത്തിരിക്കണേ, PR രമേശ്. അപ്പോൾ എവിടെ പറഞ്ഞു നിർത്തിയ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി ഹരിനായർ. ഇനി നമുക്ക് പോവാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. എന്താണ്? നിലവിലെ സുപ്രീം കോടതിയും 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് 53ാമത്തത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ ചാൻസ് ഇല്ല.
അറിയാലോ, ഇത് ഡിസംബറിലാണ് അപ്പോയിൻ്റ് ആയിരിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് എന്നുള്ളത്. അപ്പോൾ 53ാമത്തെ നമ്പർ വൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 53ാമത്തെ സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ 53ാമത്തെ ആരാണെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് സൂര്യകാന്താണ്. 52ാമത്തെയാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി അല്ലെങ്കിൽ BR ഗവായി എന്ന് പറയുന്നത് കേട്ടോ. BR ഗവായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ബബിൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 53ാമത്തെ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റിസ് സൂര്യകാന്ത് ഉണ്ടാവും, അത് ബബിൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. രണ്ടും ഞാനത് അവിടെ കൊടുത്തിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്കത് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുക്കർ ജാംദാറാണ് കേട്ടോ. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുക്കർ ജാംദാറാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. ഓർത്തിരിക്കുക, ഇന്ത്യയിലെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. ഇനി നിലവിലെ കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറോ? അപ്പോൾ അത് ഷാജഹാനാണ് കേട്ടോ. ഗ്യാനേഷ് കുമാർ ഷാജഹാൻ, ഗ്യാനേഷ് ഷാജഹാൻ കേട്ടോ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇനി ചോദിക്കുന്നതാണ് നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദവികൾ. ചെയർമാൻ എല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദിയാണ്. വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബേറി. നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബേറി. CEO റിപ്പീറ്റ് ആയിട്ട് ചോദിക്കും, ആരാണ്? BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. ഇനി നിലവിലെ അറ്റോർണി ജനറൽ, ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിട്ടരമണിയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യയിലെ നിലവിലെ അറ്റോർണി എന്ന് പറയുമ്പോൾ വെങ്കിട്ട ടോട്ട, അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി കേട്ടോ. ഇനി ഇന്ത്യയിലെ നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണ്? അത് തുഷാർ മേത്തയാണ് കേട്ടോ. സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് ആരാണ്? തുഷാർ മേത്തയാണ്. അറ്റോർണി ആണെങ്കിൽ വെങ്കിട്ട, സോളിസിറ്റർ ആണെങ്കിൽ തുഷാർ മേത്ത കേട്ടോ. ഇനി നിലവിലെ UPSC ചെയർമാൻ ആരാണ്? അത് ഡോക്ടർ അജയ് കുമാറാണ് കേട്ടോ. നിലവിലെ UPSC ചെയർമാൻ ആരാണ്? ഡോക്ടർ അജയ് കുമാറാണെന്ന് ഓർത്തിരിക്കുക. നിലവിലെ സെബി ചെയർമാൻ ചോദിച്ചാലോ? അത് തുഹിൻ കാന്ത പാണ്ഡെയാണ്. നിലവിലെ സെബി ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. ഇനി എത്രാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ? 16ാമത്. അപ്പോൾ ചോദിക്കുകയാണ് 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? അരവിന്ദ് പനഗരിയാണ്. 11ാമത് ISRO ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണനാണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട് 11ാമത് ISRO ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണൻ. നിലവിലെ കേരള ലോകായുക്ത ആരാണ്? N അനിൽകുമാറാണ് കേട്ടോ. നിലവിലെ കേരള ലോകായുക്ത ആരാണ്? N അനിൽകുമാർ. റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതാണ് യുവജന കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ്? M ഷാജറാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതാണ്, എപ്പോഴും ചോദിക്കുന്നതാണ് യുവജന കമ്മീഷൻ ചെയർമാൻ, സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ. അപ്പം നിലവിലാരാണ്? M ഷാജറാണ് കേട്ടോ. M ഷാജർ. നിലവിലെ രാജ്യസഭ ഉപാധ്യക്ഷൻ അതാരാണ്? ഹരിവംശ് നാരായൺ സിംഗ് ആണ് കേട്ടോ. നിലവിലെ രാജ്യസഭ ഉപാധ്യക്ഷൻ ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ്. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളതാണ് 2025 വനിതാ ലോകകപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അതിലെ ജേതാക്കൾ ആരായിരുന്നു? നമ്മൾ ഇന്ത്യ ആയിരുന്നു. മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. വനിതാ ലോകകപ്പ് കിരീടം എന്ന് പറയുന്നത്, വനിതാ ലോകകപ്പ് എന്ന് പറയുന്നത് ജേതാവ് ആരായിരുന്നു? ഇന്ത്യയാണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ദക്ഷിണാഫ്രിക്കയെ 52 റൺസിനാണ് പരാജയപ്പെടുത്തുന്നത് കേട്ടോ. വേദി എവിടെയായിരുന്നു ചോദിച്ചാൽ നവി മുംബൈയിലുള്ള DY പാട്ടീൽ സ്റ്റേഡിയത്തിലായിരുന്നു കളി നടന്നിട്ടുണ്ടായിരുന്നത്. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ കേട്ടോ. ഇനി നമ്മുടെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മുടെ ഇന്ത്യൻ വനിതകളുടെ ആദ്യ ഏകദിന ലോകകപ്പ് കിരീടവും ആദ്യത്തെ ICC കിരീടവും കൂടിയാണ് ഇത്. ഓർമ്മയുണ്ടാവണേ, ഇന്ത്യൻ വനിതകളുടെ ആദ്യത്തെ ഏകദിന ലോകകപ്പ് കിരീടവും ആദ്യത്തെ ICC ക്രിക്കറ്റ് കിരീടവുമാണിത്. അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ ഇന്ത്യൻ ടീം ക്യാപ്റ്റനെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആരായിരുന്നു? ഹർമൻപ്രീത് കൗർ ആയിരുന്നു കേട്ടോ. ഹർമൻപ്രീത് കൗറാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഇനി പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആയിരിക്കുന്നത് ദീപ്തി ശർമ്മയാണ് കേട്ടോ. പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണ്? അത് ദീപ്തി ശർമ്മേനെയാണ്. ഇനി പ്ലെയർ ഓഫ് ദി മാച്ച് ഫൈനലിൽ ആരായിരുന്നു? ഷെഫാലി വർമ്മയാണ് തിരഞ്ഞെടുത്തത് കേട്ടോ. പ്ലെയർ ഓഫ് ദി മാച്ച് ആരായിരുന്നു? ഫൈനലിൽ തിരഞ്ഞെടുത്തത് ആരായിരുന്നു? ഷെഫാലി വർമ്മയായിട്ടാണ് പ്ലെയർ ഓഫ് ദി മാച്ചിൽ തിരഞ്ഞെടുത്തത്. ഇനി ഈ വനിതാ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ലോറ വോൾവാർഡ്സ് ആണ് കേട്ടോ. 571 റൺസാണ് അവർ ലോകകപ്പുകളിൽ നിന്ന് നേടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വനിതാ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്നത് ആരാണ്? ലോറ വോൾവാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരാണ്. അവർക്ക് 571 റൺസാണ് അവർ എല്ലാ ലോകകപ്പിൽ നിന്നും കൂടെ അവർ കളിച്ചിരിക്കുന്ന വനിതാ ലോകകപ്പിൽ നിന്ന് അവർ നേടിയിരിക്കുന്നത്. അവരുടെ പ്രത്യേകത എന്തായിരുന്നു? നമ്മളെ തോൽപ്പിച്ചിരിക്കുന്ന ദക്ഷിണാഫ്രിക്കയുടെ ടീം ക്യാപ്റ്റനായിരുന്നു ലോറ വോൾവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം വനിതാ ലോകകപ്പ് കിരീടവുമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. വേദി ഇന്ത്യയാണ്. ഇനി
ജേതാക്കൾ ഇന്ത്യയാണ്. കളി നടന്നത് വേദി എവിടെയാണെന്ന് ചോദിക്കും. നവി മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ കണ്ടേക്കാം കേട്ടോ. ഇനി നമുക്കൊന്നും കൂടെ നോക്കാം. കേരള പുരസ്കാരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും, എന്തായാലും ചോദിക്കും. കേരള പുരസ്കാരങ്ങൾ 2025 നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞതാണ് കേരള ജ്യോതി ആർക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഡോക്ടർ MR രാഘവ വാര്യർക്കാണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അദ്ദേഹത്തിന് വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്തിട്ടാണ് കേരള ജ്യോതി പുരസ്കാരം 2025 കൊടുത്തിരിക്കുന്നത് കേട്ടോ. MR രാഘവ വാര്യർ. ഇനി കേരള പ്രഭ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? അത് കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് PB അനീഷിനും കലാരംഗത്തെ സംഭാവനകൾക്ക് രാജശ്രീ വാര്യർക്കുമാണ് കേട്ടോ. അപ്പോൾ കല രാജശ്രീ, പിന്നെ കാർഷിക മേഖലയിൽ PB അനീഷ് കേട്ടോ. കേരള പ്രഭയിൽ ആ പി തന്നെ ഉണ്ടല്ലോ, അപ്പോൾ P പ്രഭ അല്ലേ, PB അനീഷിനും പിന്നെ രാജശ്രീ വാര്യർ അല്ലേ. രാജശ്രീക്ക് നല്ല പ്രഭ ഉണ്ടായില്ലേ. കേരള പ്രഭ കൊടുത്തപ്പോൾ നല്ല പ്രഭ കിട്ടി രാജശ്രീ വാര്യർക്ക്. എന്തെങ്കിലുമൊക്കെ കോഡ് ഉപയോഗിച്ചിട്ട് പഠിക്കട്ടെ മക്കളെ. പറഞ്ഞു പോയതാണേ. കേരള പ്രഭ. അപ്പോൾ കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് PB അനീഷിനും കലാരംഗത്തെ സംഭാവനകൾക്ക് ആർക്കും കിട്ടി? രാജശ്രീ വാര്യർക്കുമാണ് കേരള പ്രഭ പുരസ്കാരം 2025 ലഭിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ശ്രീ പുരസ്കാരം ആർക്കൊക്കെ കിട്ടി? 5 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ആർക്കൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം? ആർക്കൊക്കെയാണ്? മാധ്യമ പ്രവർത്തനത്തിന് ശശികുമാർ, വിദ്യാഭ്യാസ രംഗത്ത് TKM ട്രസ്റ്റ് ചെയർമാൻ ഷഹൽ ഹസൻ മുസ്ലിയാർ, സ്റ്റാർട്ടപ്പ് രംഗത്തെ സംഭാവനകൾക്ക് MK വിമൽ ഗോവിന്ദ്, പിന്നെ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചിട്ട് ജിലുമോൾ മാരിയറ്റ് തോമസ്, കായിക രംഗത്ത് നിന്ന് അഭിലാഷ് ടോമി. അപ്പോൾ ഇത്രയും പേര് 5 പേർക്കാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഈ 5 പേരെ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഉൾപ്പെടുന്നത് ഉൾപ്പെടാത്തത് ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. അപ്പോൾ അറിഞ്ഞിരിക്കണം ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്. ശശികുമാർ, ഷഹൽ ഹസൻ മുസ്ലിയാർ, പിന്നെ MK വിമൽ ഗോവിന്ദ്, ജിലുമോൾ മാരിയറ്റ് തോമസ്, പിന്നെന്താണ് അഭിലാഷ് ടോമി കേട്ടോ. ഈ ജിലുമോൾ മാരിയറ്റിനെയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ. കാലുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞിട്ട് രീതിയിൽ ജിലുമോൾ മാരിയറ്റ് തോമസ്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് PSCക്കൊക്കെ മോട്ടിവേറ്റഡ് ആവാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ജിലുമോൾ മാരിയറ്റ് എന്നൊക്കെ പറയുന്നത്. അവർക്ക് 2 കൈകളില്ല, 2 കാലും മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവർക്ക് അവരെ കൊണ്ട് നേടാൻ പറ്റുന്നതൊക്കെ അവർ നേടുന്നുണ്ട്. പക്ഷേ 2 കൈയും കാലും ഒക്കെ 2 കൈയും കാലും ഉണ്ട്. പിന്നെന്താ, നല്ല തലയും എല്ലാം തന്നിട്ട് നമ്മളിവിടെ അലസതയും കാട്ടിയിട്ടിരിക്കുകയാണ് പഠിക്കാതെ അല്ലേ. നല്ലൊരു വേണമെന്നുണ്ട്. പക്ഷേ പഠിക്കാൻ എല്ലാവർക്കും നല്ല മടിയാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ അവരുടെ കഴിവും അവരുടെ ആ ഒരു ഇതും നമ്മളുടെ ഇതും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളൊക്കെ സ്വർഗത്തിലാണ് അവരെ അപേക്ഷിച്ച്. അവരെക്കാട്ടിലൊക്കെ എത്രയോ താഴെയാണ് നമ്മൾ എന്നുള്ള കാര്യം കൂടെ ആലോചിച്ചേക്കുക. അവരൊക്കെ നമ്മളെക്കാട്ടിലും എത്രയോ മുകളിലാണ്. അവരവരുടെ കുറവുകളിൽ നിന്നുകൊണ്ട് തന്നെ വിജയങ്ങൾ നേരിടാൻ, വിജയങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ട് വിജയങ്ങൾ നേടുന്നുണ്ട് അവരുടെ കുറവുകളിൽ നിന്നുകൊണ്ട്. നമുക്കൊരു കുറവുമില്ല. പക്ഷേ നമ്മൾ മടിയന്മാരും അലസന്മാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിയും മുട്ടിയും ഇങ്ങനെ പോകുന്ന ഒരു വീണ്ടും വിചാരം ഇല്ലാണ്ട്. അപ്പോൾ അവരാണ് നമ്മളെക്കാട്ടിലും മുമ്പിലുള്ളത് അല്ലേ, നമ്മുടെ ഏറ്റവും മുകളിലുള്ളവർ. അപ്പോൾ കേരളശ്രീ പുരസ്കാരം ഓർത്തിരിക്കുക കേട്ടോ. ഒന്ന് ലാഗ് അടിച്ചു പോയി. അപ്പോൾ കേരളശ്രീ പുരസ്കാരം ഓർത്തിരിക്കുക. കേരള പ്രഭ, കേരള ജ്യോതി പുരസ്കാരം എഴുതിയെടുക്കുക കേട്ടോ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചുഴലിക്കാറ്റിനെ നമുക്കൊന്ന് നോക്കാം. മിക്കവാറും പേര് നൽകിയ രാജ്യം എവിടെ വീശിയടിച്ചു അങ്ങനെയുള്ളതായിരിക്കും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ടാവും. എന്തായാലും നമുക്ക് അതൊന്ന് നോക്കാം. അസ്ന പേര് നൽകിയത് ആർക്കാണ്? പാകിസ്ഥാനാണ് പേര് നൽകിയിരിക്കുന്നത് ചുഴലിക്കാറ്റിന്. അസ്ന എന്ന് പറഞ്ഞ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് പാകിസ്ഥാനാണ്. എവിടെ വീശി? ഗുജറാത്ത് തീരത്താണ് വീശിയിട്ടുണ്ടായിരുന്നത്. അസ്ന, പാകിസ്ഥാൻ, ഗുജറാത്ത് കേട്ടോ. ഇനി ശക്തി എന്ന് പറയുമ്പോൾ തന്നെ ശ്രീലങ്കയാണ് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എവിടെ വീശി? അതും ഗുജറാത്താണ് വീശിയിട്ടുണ്ടായിരുന്നത്. ശക്തി, ശ്രീലങ്ക, ഗുജറാത്ത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നാണ് മോൻതായ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. മോൻതായ് ചുഴലിക്കാറ്റ് എവിടെ പേര് കൊടുത്തത് ആരാണ്? തായ്ലാൻഡാണ് പേര് കൊടുത്തത്. എവിടെ വീശി? ആന്ധ്രാപ്രദേശ് വീശി കേട്ടോ. അപ്പോൾ ഈ 3 അസ്ന, ശക്തി, മോൻതായ് പഠിച്ചിരിക്കണേ. ബാക്കിയും കൂടെ പഠിച്ചാൽ നല്ലതാണ്. ഞാനിതിന് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് സൂചികകൾ. നമ്മുടെ ഇന്ത്യയുടെ സൂചികകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ അതും വിടുന്നില്ല. നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ലോക സന്തോഷ സൂചികയിൽ എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം? 118ആണല്ലോ. ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 118ആണ്. 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലാൻഡാണ് കേട്ടോ. സന്തോഷ സൂചികയാണ് കേട്ടോ. ഫിൻലാൻഡ് 1-ലാണ് കേട്ടോ, 1-ാം സ്ഥാനത്താണ്. അപ്പോൾ അവർക്ക് സന്തോഷിക്കാം.
നമ്മൾ 118 എന്നാലും നമുക്ക് കുറച്ച് സന്തോഷിക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് കേട്ടോ. മിക്കവാറും ചോദിക്കുന്നതാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 85 കേട്ടോ. 85. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സിംഗപ്പൂരാണ് കേട്ടോ. സിംഗപ്പൂരാണ്. ഇനി ലോക സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115 കേട്ടോ. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഐസ്ലാൻഡാണ് കേട്ടോ. ലോക സമാധാന സൂചികയിൽ 115ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ഐസ്ലാൻഡാണ്. ഇനി മാനവ വികസന സൂചിക, അതും ചോദിക്കാറുള്ളതാണ്. 130 നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. 130. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഐസ്ലാൻഡ് തന്നെയാണ്. ഇനി ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 151 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലാൻഡാണ് കേട്ടോ. അപ്പോൾ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലാൻഡാണ് കേട്ടോ. കൂടാതെ ഒന്നും കൂടെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 131 കേട്ടോ. എന്താണ്? ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ കേട്ടോ. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131 കേട്ടോ. 131ാമത്തെ സ്ഥാനമാണ്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് പത്മ അവാർഡിലേക്ക് കടക്കാം. അറിഞ്ഞിരിക്കണം പത്മ അവാർഡ്. ഇതെന്താണ്? പെടാത്തത് ഏത്, പെടുന്നത് ഏതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചോദിച്ചാലും ചോദിക്കാം. അപ്പോൾ നമുക്ക് അറിയാണ്ടിരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളൊന്ന് പഠിക്കാം. പത്മവിഭൂഷണിൽ ആരൊക്കെയാണുള്ളത്? MT വാസുദേവൻ നായർ, ദുവൂർ നാഗശേഖര റെഡ്ഡി, ജഗദീഷ് സിംഗേഹർ, കുമുദിനി രജനീകാന്ത് ലഗിയ, ഒസാമു സുസുക്കി, ശാരദ സിൻഹ, L സുബ്രഹ്മണ്യം. അപ്പോൾ ഇത്രയും പേരാണ് പത്മവിഭൂഷൺ 2025 നേടിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കണം. MT വാസുദേവൻ നായർ മരണാനന്തരമാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദുവ്വൂർ നാഗശേഖര റെഡ്ഡി ഉണ്ട്, ജഗദീഷ് സിംഗേഹർ ഉണ്ട്, കുമുദിനി രജനീകാന്ത് ലഗിയ ഉണ്ട്, ഒസാമു സുസുക്കി ഉണ്ട്, ശാരദ സിൻഹയുണ്ട്, L സുബ്രഹ്മണ്യം ഉണ്ട്. അറിഞ്ഞിരിക്കുക. ഇതൊക്കെ മുന്നേ ഞാൻ ക്ലാസ് എടുത്തതാണ്, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ഇനി പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണ്? 4 പേരെ അറിഞ്ഞിരിക്കണം. ആർക്കൊക്കെയാണ്? PR ശ്രീജേഷ്, ശോഭന നടി, തമിഴ് നടൻ അജിത്ത്, ജോസ് ചാക്കോ പെരിയപുരം. അങ്ങനെ 19 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. 4 പേരെ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ചോദിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഈ 4 പേരെയായിരിക്കും. ആരൊക്കെയാണത്? PR ശ്രീജേഷ് കായിക താരം, ശോഭന നടി, തമിഴ് നടൻ അജിത്ത് നടി, ജോസ് ചാക്കോ പെരിയപുരം ഡോക്ടറാണ്. ഇനി അടുത്തത് പത്മശ്രീയാണ് നോക്കാൻ പോകുന്നത്. ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? 113 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് IM വിജയൻ എന്ന് പറയുന്നത് കേട്ടോ. IM വിജയൻ പത്മശ്രീ നേടിയിട്ടുണ്ട്. എന്താണ്? 113 പേർക്കാണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പത്മ പുരസ്കാരങ്ങൾ അത്രയും അറിഞ്ഞിരിക്കുക കേട്ടോ. 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയ ഏറ്റവും മികച്ച ചിത്രം ഏതാണ്? ദി ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്നതാണ് കേട്ടോ. 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയ ഏറ്റവും മികച്ച ചിത്രമാണ് ദി ബ്രൂട്ടലിസ്റ്റ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത് ഏത് പോലീസ് സ്റ്റേഷനാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. ഇനി ഹോപ്പ് എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയുടെ പേരാണ്? ആരുടെയാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ് ഹോപ്പ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഹോപ്പ് എന്ന് പറയുന്നത് ആരുടെയാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ് ഹോപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 2025 ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് പരിചയപ്പെട്ട് പോകാം. ആൻസറും ഉണ്ട്. ഇനി അഥവാ ചിലപ്പോൾ റിപ്പീറ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടുമല്ലോ. അതിൽ കുറച്ച് പുതിയതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിവശക്തി പോയിന്റ് എന്നാണ് അല്ലേ. അത് കൊടുത്തത് നമ്മുടെ നരേന്ദ്രമോദിയാണ് ആ പേര് കൊടുത്തിട്ടുള്ളത് അല്ലേ. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ശിവശക്തി എന്നാണ് അറിയപ്പെടുന്നത്. ആധാർ ID-യുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഒരു രാഷ്ട്രം ഒരു സ്റ്റുഡൻറ് ID എന്നുള്ളതാണ് ആധാർ ID-യുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഇനി 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ചാറ്റ് ബോട്ട് ഏതാണ്? ജെമിനിയാണ് അല്ലേ. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച AI അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ചാറ്റ് ബോട്ട് ഏതാണ്? അത് ജെമിനിയാണ്. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? പൂനെ എന്നാണ്. ഇതൊക്കെ PSC ബുള്ളറ്റിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ഏത് നഗരത്തിലാണ് ആരംഭിക്കുന്നത്? പൂനെയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 2025 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വഖഫ് ഭേദഗതി ബിൽ പരിഗണിച്ച് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ജഗദാംബിക പാലാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള സമിതിയുടെ അധ്യക്ഷന്മാർ, ഇങ്ങനെയുള്ള ചെയർമാൻ, ഇതൊക്കെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ പറയുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? 2025 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള വഖഫ് ബില്ല് പരിഗണിച്ച ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അത് ജഗദാംബിക പാലായിരുന്നു. ഇനി ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? അത് 106 ഭരണഘടനാ ഭേദഗതിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. അപ്പോൾ 106 ഭരണഘടനാ ഭേദഗതി എന്താണ്? നമ്മുടെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് എന്താണ്? 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 106 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഈ 129 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റ് അവതരിപ്പിച്ചൊരു ബില്ലായിരുന്നു 129 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് കേട്ടോ. ഇനി 86 ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാമല്ലോ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? റൈറ്റ് ടു എഡ്യൂക്കേഷൻ കേന്ദ്രീകരിക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയായിരുന്നു 86 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21A നിർദ്ദേശക തത്വങ്ങളിൽ മാറ്റം വന്നു. എവിടെ മാറ്റം വന്നു? ആർട്ടിക്കിൾ 45 മാറ്റം വന്നു. പിന്നെ മൗലിക കടമകളിൽ മാറ്റം വന്നു. എന്ത് ചെയ്തു? 11ാമത്തെ ഒരു മൗലിക കടമ കൂട്ടിച്ചേർത്തു. 51A 11ാമത്തെ ഒരു മൗലിക കടമ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് നമ്മൾ ഭരണഘടനാ ഭേദഗതി പറഞ്ഞൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്, അതിൽ പറഞ്ഞപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ ആരൊക്കെയാണ്? ബെൻ എസ് ബെർണാക്കും ഡഗ്ലസ് ഡയമണ്ടും പിന്നെ ഫിലിപ്പ് ഡിബ് വിഗ്ഗു ആണ് കേട്ടോ. ഇത് SCERT കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കറണ്ട് അഫെയർ ആയിട്ട് വന്നത് കേട്ടോ. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? ഒരു പുതിയതായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്, അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, പക്ഷെ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു. ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് 1, 2, 3, 4, 6 ആണ് കേട്ടോ. 5 മാത്രമില്ല, ബാക്കി എല്ലാതും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലപ്പുലയാട്ടം കേട്ടോ. എന്തൊക്കെയാണുള്ളത്? പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലപ്പുലയാട്ടം. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള ഗോത്ര കലാരൂപങ്ങളാണ് 2024-25 അധ്യയന വർഷം മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്കൂൾ കലോത്സവത്തിൽ ആഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് കേട്ടോ. ഓർത്തിരിക്കണേ, പണിയ, പളിയ, ഇരുള, മംഗല, മലപ്പുലയാട്ടോ. മലപ്പുലയ ആട്ടമാണ്, മംഗലം കളിയാണ്, ഇരുള, പളിയ, പണിയ നൃത്തമാണ് കേട്ടോ. പറയാൻ നല്ല രസമുണ്ടല്ലേ. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ആണ് കേട്ടോ. 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ആണ്, ഓർത്തിരിക്കണേ. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയത് ആരൊക്കെയാണ്? 1, 2, 3, 4 പേരും ഉണ്ട്. ഗുകേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബാക്കർ. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കറണ്ട് അഫെയർ ക്ലാസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ചിലപ്പോൾ ചോദിക്കാം. 2024 ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയിരിക്കുന്നത് ആരൊക്കെയാണ്? ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബാക്കർ. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏതാണ്? ചെനാബ് റെയിൽവേ പാലം. നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചതേ ഉള്ളൂ അല്ലേ, ചെനാബ് റെയിൽവേ പാലം. ഇതൊക്കെ PSC ബുള്ളറ്റിൽ നിന്ന് വന്നതാണ്. ചേരുംപടി ചേർക്കാനാണ് കൊടുത്തിരിക്കുന്നത്. നിരീശ്വരൻ VJ ജെയിംസ് ആണ്. പിന്നെ മീശ വന്നിട്ട് എസ് ഹരീഷ്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ വന്നിട്ട് NS മാധവൻ. പിന്നെ സമ്പർക്ക ഗാന്ധി വന്നിട്ട് വീഷിണിലാല്. അപ്പോൾ ഇതും ഈ കൃതികളും അതിൻ്റെ ഓതേഴ്സും പഠിച്ചു വെക്കുക കേട്ടോ. മാച്ച് ദ ഫോളോവിങ് ആയിട്ട് വരും. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബഗ്ലിഹാർ അണക്കെട്ടാണ് നീരൊഴുക്ക് തടയാൻ വേണ്ടിയിട്ട് അടച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബഗ്ലിഹാർ അണക്കെട്ട് പഹൽഗാം തീവ്രവാദ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആസാം എന്ന് പറയുന്നത് കേട്ടോ. PSC ബുള്ളറ്റിൽ നിന്നാണ് ആസാം എന്ന് പറയുന്നത്. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേട്ടോ. ഇനി ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ആരോഗ്യം എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? ലോകാരോഗ്യ ദിനമായിട്ടുള്ളതാണ് അല്ലേ. ഇനി നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്ന് പറയുന്നത് മനുഷ്യാവകാശ ദിനമായിട്ടുള്ളതാണ്. ഇനി
നമ്മുടെ ഊർജ്ജം നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഭൗമദിന പ്രമേയമാണ് അല്ലേ. ഇനി തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്ന് പറയുമ്പോൾ തന്നെ കിട്ടും യോഗ ദിനമായിട്ടുള്ള പ്രമേയം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കറണ്ട് അഫയർ ക്ലാസ് ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിനങ്ങളും പ്രമേയങ്ങളും നോക്കിയിരിക്കണം എന്നുള്ളത്. ഞാനത് ക്ലാസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കണ്ടിട്ട് നോട്ട് എഴുതിയിട്ട് അപ്പം തന്നെ പഠിച്ചിട്ട് പോവാം കേട്ടോ. 2025 പ്രമേയങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം മതി കേട്ടോ. ഈ ലോക മനുഷ്യാവകാശ ദിനം, ഭൗമദിന പ്രമേയം, യോഗ ദിനം, പിന്നെ കാലാവസ്ഥ, പിന്നെ തണ്ണീർത്തട ദിന പ്രമേയം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോണേ. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് തൻ്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? 2 പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ആരൊക്കെയാണ്? നമ്മുടെ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗുമാണ് കേട്ടോ. സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗുമാണ് കേട്ടോ. ഇത് പത്രത്തിലൊക്കെ വളരെ അടിപൊളിയായിട്ട് അവരെക്കുറിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതീദേവിയാണ് കേട്ടോ. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതീദേവി. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യ മാനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാൻസർ ബോധവൽക്കരണമാണ് കേട്ടോ. അപ്പോൾ ആരോഗ്യ മാനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാൻസർ ബോധവൽക്കരണമാണെന്ന് ഓർത്തിരിക്കുക. ആരോഗ്യം ആനന്ദം, വേറൊന്നും കറുപ്പിച്ചേക്കരുത് ആരോഗ്യം ആനന്ദം എന്ന് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ പദ്ധതികൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കേട്ടോ. നമ്മുടെ പോലീസ് വകുപ്പ് ചേർന്നിട്ടുള്ള ഈ യോദ്ധാവ്, പോരാളി, അതുപോലെ തന്നെ വിമുക്തി, ഇതൊക്കെ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. ഈ യോദ്ധാവ് എന്ന് പറയുന്നതൊക്കെ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ വിദ്യാർത്ഥികളെ സജീവമാക്കാനുള്ളൊരു പോലീസിൻ്റെ പദ്ധതിയാണ് കേട്ടോ യോദ്ധാവ് എന്ന് പറയുന്നത്. അതിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായി എത്തിയ ഒരു ബ്രാൻഡ് അംബാസഡർ ആരാണ്? മോഹൻലാലായിരുന്നു. ആ മോഹൻലാലിൻ്റെ ഒരു ഹ്രസ്വചിത്രം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ലഹരി വിരുദ്ധ ഒരു ഹ്രസ്വചിത്രം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് എന്ത് തന്നെയാണ്? യോദ്ധാവ് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെന്താ പറഞ്ഞത്? നമ്മുടെ കവചം, അതും പോലീസ് വകുപ്പ് ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അത് മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയ്ക്കുള്ള പദ്ധതിയാണ് കേട്ടോ കവചം എന്ന് പറയുന്നത്. പിന്നെ ഒരു വിമുക്തി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. വിമുക്തി എന്ന് പറയുന്നത് എന്താണ്? ഈ ലഹരി ഉപയോഗം തടയാനും ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനുമായിട്ട് ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ്. പക്ഷേ ആരും കൂടി ഉണ്ട്, നമ്മുടെ കേരള പോലീസും എക്സൈസ് വകുപ്പും ഒക്കെ ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പോരാളി, നമ്മുടെ ഈ വനിതാ സുരക്ഷ ഉറപ്പാക്കാനുള്ളൊരു സമഗ്ര പോലീസ് പദ്ധതിയാണ് കേട്ടോ. ഈ പോരാളി എന്ന് പറയുന്നത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഈ പദ്ധതികളൊക്കെ ഓർത്തിരിക്കുക. പിന്നെ കൂടാതെ ചോദിച്ച് കാണുന്നതാണ് മന്ദഹാസം, കൈവല്യ, പൊൻവാക്ക്, പിന്നെ അതുപോലെയുള്ള കുറച്ച് നമ്മുടെ മഴവില്ല്, അതുപോലെയുള്ള കുറേ നല്ല നല്ല പദ്ധതികൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോണേ. ഞാൻ സെപ്പറേറ്റ് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും വെച്ചിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണാം കേട്ടോ. പറ്റണവർ ഇനിയിപ്പോൾ സമയം ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ക്ലാസ്സുകൾ കാണും കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വേറെ നല്ല സാർമാരുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് കാണുക. ഈ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണെങ്കിൽ നമുക്കിപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം നോക്കിയാൽ നമുക്ക് ആ ചിത്രമെങ്കിലും നമ്മുടെ മൈൻഡിൽ നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടാൽ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ പെട്ടെന്ന് നമ്മുടെ തലയിൽ കയറും കേട്ടോ. അപ്പോൾ അങ്ങനെയെങ്കിലും ശ്രമിക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നാണ് 2025 കബഡി ലോകകപ്പ് വേദി എന്ന് പറയുന്നത്. ആരുടെയാണ്? ഇംഗ്ലണ്ടാണ് കേട്ടോ. 2025 കബഡി ലോകകപ്പ് വേദി എവിടെയാണ്? അത് ഇംഗ്ലണ്ടാണ് കേട്ടോ. 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി നമ്മൾ പറഞ്ഞു ആരായിരുന്നു? ബാനു മുഷ്താഖ് ആയിരുന്നു അല്ലേ. ബാനു മുഷ്താഖാണ്. ഇനി അവരുടെ ഹാർട്ട് ലാം എന്ന് പറയുന്ന ഒരു ചെറുകഥാ സമാഹാരത്തിനാണ് അല്ലേ ഈ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഓർത്തിരിക്കണേ. എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? എവിടെയാണ്? ആനയറയിലാണ് കേട്ടോ. ആനയറയിലാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. PSC ബുള്ളറ്റിലെ കുറച്ച് കട്ടിങ്സ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടറായി ആരാണ് നിയമിതനായിരിക്കുന്നത്? ES പത്മകുമാറാണ് കേട്ടോ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റിരിക്കുന്നത് ആരാണ്? ES പത്മകുമാറാണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടറായി ആര് ചുമതലയേറ്റു? ഡോക്ടർ A രാജരാജനെ നിയമിച്ചു. ഡോക്ടർ A രാജരാജനാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് ചുമതലയേറ്റിരിക്കുന്നത്. ഇനി
പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിലാണ് കേട്ടോ, ഓപ്പറേഷൻ മഹാദേവ്. വയോജനങ്ങൾക്ക് വീട്ടിലൊരു മുറി നിർബന്ധമാക്കിക്കൊണ്ട് നിയമം കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. വയോജനങ്ങൾക്ക് വീട്ടിലൊരു മുറി നിർബന്ധമാക്കിയിട്ടുള്ള നിയമം കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഈ നമ്മുടെ പുതിയ വയോജന കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ, നമ്മുടെ 2025 രൂപീകരിച്ചിട്ടുള്ള വയോജന കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ആരാണ്? കെ സോമപ്രസാദാണ് കേട്ടോ, കെ സോമപ്രസാദാണ്. പിന്നെന്താണ്, അംഗങ്ങൾ 5 അംഗങ്ങളാണുള്ളത്. കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കയറിയിട്ട് കാണണം കേട്ടോ. കാരണം വയോജന കമ്മീഷൻ ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ആദ്യമായിട്ട് രൂപീകരിക്കുകയാണല്ലോ വയോജന കമ്മീഷൻ. അപ്പോൾ അത് അതിൻ്റെ അധ്യക്ഷനും അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഞാനത് ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ വന്നതാണ്. 2023 19 കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ബില്ല് അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? ജൻ വിശ്വാസ് ബില്ല് എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ പേര്, ജൻ വിശ്വാസ് ബില്ല്. ഒന്നും കൂടെ പറയാം. 2023 19 കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളിലെ 183 വകുപ്പുകളാണ് ഭേദഗതി വരുത്തിയിട്ട് എന്ത് ചെയ്തു? ഒരു ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ബില്ല് കൊണ്ടുവന്നു. അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ജൻ വിശ്വാസ് ബില്ല് എന്നാണ് പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഇത് ഞാൻ എടുക്കാൻ കാരണം നമ്മൾ ആ ഓതേഴ്സിനെയും പിന്നെ അവരുടെ കൃതി പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് എടുത്തതാണ്. ഇനി വിശിഷ്ട അംഗത്വം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? കെ വി രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ കേട്ടോ. കെ വി രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനുമാണ് 2024 കേരള സാഹിത്യ അക്കാദമിയിൽ വിശിഷ്ട അംഗത്വം ലഭിച്ചിരിക്കുന്നത്. ഇനി മികച്ച കവിത ഏതാണ്? അനിത തമ്പിയുടെ മുരിങ്ങവാഴ കറിവേപ്പ്. അപ്പോൾ പഠിച്ചിരിക്കേണ്ടത് അനിത തമ്പി മുരിങ്ങവാഴ കറിവേപ്പ് കേട്ടോ. അനിത തമ്പി ഏതാണ് കൃതി? മുരിങ്ങവാഴ കറിവേപ്പ്. നോവല് GR ഇന്ദുഗോപൻ്റെ ആനോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. GR ഇന്ദുഗോപൻ ആനോ. ഇനി ചെറുകഥ വി ഷിനിലാൽ, ഗരിസപ്പു അരുവി അഥവാ ഒരു ജലയാത്ര. ഇതൊക്കെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വി ഷിനിലാൽ അദ്ദേഹത്തിൻ്റെ ഏതാ കൃതി? ചെറുകഥ ഏതാണ്? ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. നാടകം ശശിധരൻ നടുവിലാണ്, പിത്തള ശലഭം എന്നുള്ളതാണ് കേട്ടോ നാടകത്തിൻ്റെ പേര്. സാഹിത്യ വിമർശനം G ദിലീപൻ്റെ രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്നൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി വൈജ്ഞാനിക സാഹിത്യം P ദീപക്കിനാണ് കിട്ടിയിരിക്കുന്നത്. ടോപ്പിക്ക് വന്നിട്ട് നിർമ്മിത ബുദ്ധി കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം എന്നുള്ളതായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ. ഇനി ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ കെ രാജശേഖരൻ നായരുടെയാണ്. ഞാൻ എന്ന ഭാവം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആത്മകഥയാണ് കേട്ടോ. ഇനി യാത്രാ വിവരണം KR അജയനാണ്. ആരോഹണം ഹിമാലയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു യാത്രാ വിവരണത്തിനാണ് കിട്ടിയിരിക്കുന്നത്. വിമർത്തനത്തിനുള്ള അവാർഡാണെങ്കിൽ ചിഞ്ചു പ്രകാശനാണ് കിട്ടിയിരിക്കുന്നത്. ജിയോ കോണ്ട ബെല്ലി എൻ്റെ രാജ്യം എൻ്റെ ശരീരം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. വിമർത്തനം പഠിക്കണേ. വിമർത്തനം ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ചിഞ്ചു പ്രകാശനാണ് കിട്ടിയിരിക്കുന്നത്. ജിയോ കോണ്ട ബെല്ലി എൻ്റെ രാജ്യം എൻ്റെ ശരീരം. ഇനി ബാലസാഹിത്യം ഇമ്പോർട്ടൻ്റ് ആണ്. EN ഷീജ അമ്മ മണമുള്ള കനിവുകൾ. അപ്പോൾ അമ്മ മണമുള്ള കനിവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ബാലസാഹിത്യം എഴുതിയിരിക്കുന്നത് ആരാണ്? EN ഷീജയാണ് കേട്ടോ. ഇനി അടുത്തത് ഹാസ്യസാഹിത്യം നിരഞ്ജൻ, കേരളത്തിൻ്റെ മൈതാത്മകത വറുത്തരച്ച ചരിത്രത്തിനോടൊപ്പം കേട്ടോ. ഇനി അടുത്തത് CB കുമാർ അവാർഡ് M സ്വരാജിനാണ് ലഭിച്ചിരിക്കുന്നത്. പൂക്കളുടെ പുസ്തകം എന്നുള്ളതാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ കൃതി. കുറ്റിപ്പുഴ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ SS ശ്രീകുമാറിനാണ്. മലയാള സാഹിത്യ വിമർശനത്തിലെ മാർക്സിയൻ സ്വാധീനം എന്നുള്ളതിനാണ് കേട്ടോ. ഇനി GN പിള്ള അവാർഡ് 2 പേർക്ക് ലഭിച്ച് ഡോക്ടർ KC സൗമ്യ, ഡോക്ടർ TS ശ്യാംകുമാർ. പിന്നെ ഗീതാ ഹിരണ്യൻ അവാർഡ് സലീം ഷെരീഫിന് പൂക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ളതിന് കിട്ടി. പിന്നെ യുവകവിതാ അവാർഡ് ദുർഗപ്രസാദ്, രാത്രിയിൽ അച്ചാങ്കര ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യുവകവിതാ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ദുർഗപ്രസാദിനാണ്. അത് ഏതാണ് കൃതി ചോദിച്ചിരിക്കുന്നത്? രാത്രിയിൽ അച്ചാങ്കര എന്നുള്ളതാണ് കേട്ടോ. ഇനി തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരത്തിൽ ഡോക്ടർ KP പ്രസീതയ്ക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. എഴുത്തച്ഛൻ്റെ കാവ്യഭാഷ എന്നുള്ളതാണ് പ്രബന്ധം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഓതേഴ്സിനെയും അതിൻ്റെ നോവലുകളും അറിഞ്ഞിരിക്കണേ. ഇനി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് PKN പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, MM നാരായണൻ, TK ഗംഗാധരൻ, KEN കുഞ്ഞഹമ്മദ്, മല്ലിക യൂനിസ്. ഇത്രയും പേർക്കാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ കണ്ടോ
യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം ഏതാണ്? ബീറ്റ ടെക്നോളജീസിൻ്റെ അലിയ CX-300 ആണ് കേട്ടോ. അലിയ CX-300. ഇവിടെ വേറൊരു കാര്യം കൂടെ കൊടുക്കാനുണ്ട്. DGP ആരാണ് നിലവിലെ? റവാഡ എ ചന്ദ്രശേഖറാണ് കേട്ടോ. സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് DGP ആരാണ്? റവാഡ എ ചന്ദ്രശേഖർ. പുതിയ പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ. ഇനി 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി എവിടെ നടന്നു? ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നു. 2025 17ാമത്തെ ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിൽ റിയോ ഡി ജനീറോയിലാണ് നടന്നിരിക്കുന്നത്. ഇനി നെതർലാൻഡിലെ ഹേഗാണ് 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി. അപ്പോൾ 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഹേഗാണ്, നെതർലാൻഡ്. ഇനി 2026 AI ഉച്ചകോടി ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. 2026 AI ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഇന്ത്യയാണ് കേട്ടോ. AI ഉച്ചകോടി ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത് 2026. ഇനി അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ 2025 വാർഷിക സമ്മേളനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് നടന്നത്. കങ്കണ റണൌട്ട് ആണ് ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ഒന്നും കൂടെ ഉണ്ട്. വിരാജ് എന്ന ആനക്കുട്ടിയാണ് ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് കേട്ടോ. വിരാജ് എന്ന് പറയുന്ന ആനക്കുട്ടി. അപ്പോൾ ആരാണ് 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ? കങ്കണ റണൌട്ടാണ്. അവരുടെ ഈ നമ്മുടെ ചാമ്പ്യൻഷിപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് എന്താണ്? വിരാജ് എന്ന് പറയുന്നൊരു ആനക്കുട്ടിയാണ്. സ്പേസ് ഡോക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിൻ്റെ ഭാഗമായി ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്ത SDX-101, SDX-02 എന്നീ പേടകങ്ങൾ 2 മാസത്തിന് ശേഷം വേർപെടുത്തിയിട്ടുണ്ട്. US, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡോക്കിംഗ് നടത്തിയിട്ടുള്ള 2 പേടകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? SDX-01 ചേസർ, SDX-02 ടാർഗറ്റ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ചോദിക്കുക. അതിന് വേണ്ടിയിട്ട് ഡോക്കിങ്ങിന് വേണ്ടിയിട്ട്, സ്പേസ് ഡോക്കിങ്ങിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ സ്പേസ് ഡോക്കിങ് നടത്തിയ 2 പേടകങ്ങൾ ഏതൊക്കെയാണ്? SDX-01 ചേസർ, SDX-02 ടാർഗറ്റ് കേട്ടോ. ഇനി MK സാനു ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം അന്തരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ്? കർമ്മഗതി എന്ന് പറയുന്നതാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറയുന്നത്. 1928 ഒക്ടോബർ 27 അദ്ദേഹം തുമ്പോളിയിലാണ് ജനിക്കുന്നത്. ആലപ്പുഴയിലെ തുമ്പോളിയിലാണ് 1928 ഒക്ടോബർ 27 ജനിക്കുന്നത് കേട്ടോ. മംഗലത്ത് കേശവൻ സാനു എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. പിന്നെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ, പിന്നെ കർമ്മഗതി ഞാൻ ഓൾറെഡി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. പിന്നെ സഹോദരൻ അയ്യപ്പൻ, മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം, നാരായണ ഗുരുസ്വാമി എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് കേട്ടോ. ഞാനൊന്നും കൂടെ പറയാം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ, കർമ്മഗതി ആത്മകഥയാണ്, മറക്കരുത്. കർമ്മഗതി ആത്മകഥയാണ്. പിന്നെ സഹോദരൻ അയ്യപ്പൻ, മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം, നാരായണ ഗുരുസ്വാമി ഇവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി കേരള സാഹിത്യ അക്കാദമി അവാർഡ് 85 ലഭിച്ചിട്ടുണ്ട്. 92 വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ 94 ആശാൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം 2013 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2023 ദേശാഭിമാനി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം അന്തരിച്ചത് 2025 ഓഗസ്റ്റ് 2 കേട്ടോ. അദ്ദേഹം അന്തരിക്കുന്നത് 2025 ഓഗസ്റ്റ് 2 അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരിക്കണേ. ഇനി VS അച്യുതാനന്ദൻ സാറ് വിടവാങ്ങിയിട്ടുണ്ട് നമ്മളോട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കണം. മുഴുവൻ നാമം എന്താണ്? വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ നാമം. ഇനി ജനിച്ചത് 1923 ഒക്ടോബർ 20 അമ്പലപ്പുഴയിലെ പുന്നപ്രയിലാണ് കേട്ടോ. 1923 ഒക്ടോബർ 20 അദ്ദേഹം ജനിക്കുന്നത് ആലപ്പുഴയിലെ പുന്നപ്രയിൽ. മുഴുവൻ നാമം എന്താണ്? വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 2006 മെയ് 18 അദ്ദേഹം മുഖ്യമന്ത്രിയായി. കൂടാതെ എങ്ങനെയും കൂടെ വിശേഷിപ്പിച്ചു കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്നുകൂടെ അദ്ദേഹം അങ്ങനെ വിളിക്കപ്പെട്ടു. കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന് പറഞ്ഞിട്ടുള്ള നേട്ടം ആര് കൈവരിച്ചു? VS അച്യുതാനന്ദൻ സാറ് കൈവരിച്ചു. 2006 മെയ് 18 കേട്ടോ മുഖ്യമന്ത്രിയാകുന്നത്. പിന്നെ 2016 ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാവുകയും 2021 ജനുവരിയിൽ സ്ഥാനമൊഴിയുകയും ചെയ്തു. സമരത്തിന് ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല, VS കേരള വികസന സങ്കല്പങ്ങൾ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചത് സാറാണ് കേട്ടോ.
സമരത്തിന് ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല, VS കേരള വികസന സങ്കല്പങ്ങൾ. അദ്ദേഹം അന്തരിക്കുന്നത് 2025 ജൂലൈ 21-നാണ്. അദ്ദേഹം അന്തരിക്കുന്നതെന്നാണ് 2025 ജൂലൈ 21. 2025 ജൂലൈ 21. ജനിക്കുന്നത് 1923 ഒക്ടോബർ 20. ഓർത്തിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പൊതുവെ കണ്ടുവരുന്നതാണ് നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരിത്. കാരണം അത് ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. കാരണം ഷാജി എൻ കരുൺ അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. നമ്മുടെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനായിരുന്നു ഷാജി എൻ കരുൺ എന്ന് പറയുന്നത്. അദ്ദേഹം അന്തരിച്ചു. 2025 ഏപ്രിൽ ആണ് അദ്ദേഹം അന്തരിച്ചത്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി എന്ന് പറയുന്നത്. ഓർത്തിരിക്കണേ, ഷാജി എൻ കരുൺ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? പിറവി എന്ന് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിലവിലെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാൻ ആരാണ്? അത് റസൂൽ പൂക്കുട്ടിയാണ് കേട്ടോ. റസൂൽ പൂക്കുട്ടിയാണ് നമ്മുടെ നിലവിലെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കേട്ടോ. റസൂൽ പൂക്കുട്ടിയാണ്, ഓർത്തിരിക്കണേ. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഒപ്പം തന്നെ ഒന്നും കൂടെ ഓർത്തിരിക്കുക, നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ട് K. മധു ആണ് നിയമിതനായിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു പദ്ധതിയും കൂടെ പറയുകയാണ്. DDAD, ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്നാണ് കേട്ടോ. നമ്മുടെ മൊബൈൽ ഇൻ്റർനെറ്റ് അടിമത്തത്തിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ട് കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് DDAD എന്ന് പറയുന്നത് കേട്ടോ. ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം കേട്ടോ. ഓർത്തിരിക്കണേ, റീസെൻ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് കേട്ടോ DDAD എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഒന്നും കൂടെ പറയട്ടെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ദീപാവലി യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ പൈതൃക പദവി ലഭിച്ച ഉത്സവമാണ് ദീപാവലി എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പദവി ലഭിച്ച ഉത്സവം ഏതാണ്? ദീപാവലിയാണ്, ഓർത്തിരിക്കണം കേട്ടോ. പൊതുവെ എക്സാമുകളിൽ കണ്ടുപിടിച്ച വാക്സിനുകളും രാജ്യമൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അത്തരത്തിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ്. നമ്മുടെ ഡെങ്കിപ്പനിക്കെതിരായിട്ട് ഇന്ത്യ വികസിപ്പിച്ചിട്ടുള്ള ഒരു വാക്സിനാണ് ക്യൂഡെങ്ക എന്ന് പറയുന്നത് കേട്ടോ. ക്യൂഡെങ്ക എന്ന് പറയുന്നത് എന്താണ്? ഡെങ്കിപ്പനിക്കെതിരായിട്ട് ഇന്ത്യ വികസിപ്പിച്ചിട്ടുള്ള വാക്സിനാണ് ക്യൂഡെങ്ക. ടാക് 003 എന്ന് പറയുന്നത് കേട്ടോ. ടാക് 003 ക്യൂഡെങ്ക എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഡെങ്കിപ്പനിക്കെതിരായിട്ടാണ്. ഇന്ത്യ വികസിപ്പിച്ച വാക്സിനാണ്, ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയറുകളാണ് കേട്ടോ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി വിട്ടുപോയതെല്ലാം നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിട്ടുപോയത് 2024 നോബൽ പ്രൈസ് മറക്കരുത് കേട്ടോ, അത് പഠിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമാണ്. ഇതിന് മുമ്പ് ഞാൻ കറണ്ട് അഫെയർ ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ, നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. ഇനി VFAക്കും കമ്പനി ബോർഡ് LGSനും LDക്കും ബെവ്കോ LDക്കും വേണ്ടിയിട്ടുള്ള കറണ്ട് അഫെയർ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമല്ല CPO WCPO മെയിൽ APO എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ആദ്യം 2025 സെറ്റാക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയറുകൾ മാത്രം നോക്കുക. അപ്പോൾ അത് ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇട്ടേക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 3 ക്ലാസ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ 2025 കംപ്ലീറ്റ് ആവും. കാരണം ഞാനത് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ PSC ബുള്ളറ്റിൽ 2026 ജനുവരി 1st എഡിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് 2025 കംപ്ലീറ്റ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് കറണ്ട് അഫെയർസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാനിപ്പോൾ 3 ക്ലാസ് ആക്കിയിട്ട് ഇട്ടിട്ടുള്ളത്. കാണാത്തവർ വേറെ കേട്ടോ, LGS LD ബെവ്കോയ്ക്കൊക്കെ കാണുന്നവർ, ട്രൈ ചെയ്യുന്നവർ, പഠിക്കുന്നവർ ആ ക്ലാസ് യൂസ് ആക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രമേ ഉള്ളൂ. PSC ബുള്ളറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അത്. അതിൻ്റെ ഒരു 3 ക്ലാസ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ജനുവരി 1st എഡിഷൻ കംപ്ലീറ്റ് ആക്കും കേട്ടോ. പിന്നെ ഞാൻ ജനുവരി 15th തൊട്ടുള്ളത് ആ ഒരു വീക്കിൽ തന്നെ ഞാൻ PSC ബുള്ളറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ ഞാൻ കറണ്ട് അഫെയർ അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എക്സാമിനുള്ളവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ലേറ്റ് നൈറ്റ് പഠിത്തൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കുക. നന്നായിട്ട് വെള്ളം കുടിച്ചിരിക്കേണ്ട. കാരണം നമ്മൾ ഹൈഡ്രേറ്റ് ആയിരുന്നാൽ നമ്മുടെ ബുദ്ധി നന്നായിട്ട് വർക്കാവും കേട്ടോ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിലവരൊക്കെ ഈ പറയുന്നത് കേട്ടിട്ടുണ്ട്, എക്സാമിന് പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ ചോക്ലേറ്റ്, ചെറിയൊരു പൊട്ട് കഴിച്ചാലോ മധുരം കഴിച്ചാലോ ഒക്കെ നമ്മുടെ ബ്രെയിൻ ഒന്നും കൂടെ പ്രവർത്തിക്കുന്നൊക്കെ പറയണം കേൾക്കാറുണ്ട്. അങ്ങനെ ഇതുള്ളവർ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകട്ടെ. ഒരു വിശ്വാസം നമുക്ക് ചിലപ്പോൾ എന്തിലാണ് നമുക്ക് കോൺഫിഡൻസ് ലഭിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നെഗറ്റീവ് മാക്സിമം കുറച്ച് പഠിക്കുക കേട്ടോ. മാക്സിമം കുറയ്ക്കുക. അറിയാത്തത് എഴുതുക ചെയ്യരുത്. നിങ്ങൾക്കറിയാത്തത് മറ്റൊരാൾക്കും അറിയുന്നുണ്ടാവില്ല, അങ്ങനെ തന്നെ വിചാരിച്ചിട്ട് നെഗറ്റീവ് എഴുതുക കേട്ടോ. ഇനി നമുക്ക് 3
ഇത് നമുക്ക് എന്താണ് കറപ്പിക്കാം കേട്ടോ. 1 മാർക്കേ പോവുള്ളൂ. 3 എണ്ണം അത്രയും ഉറപ്പുണ്ടെന്ന് പറയുന്ന 3 ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യാം കേട്ടോ. 1 മാർക്കേ പോവുള്ളൂ. ആ 1 മാർക്ക് പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇൻ കേസ് എങ്ങാനും ശരിയായാലോ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ 2 മാർക്കെങ്കിലും 2 ക്വസ്റ്റ്യനെങ്കിലും ബബിൾ ചെയ്യുക കേട്ടോ. അങ്ങനെയൊക്കെ നോക്കുക. പിന്നെ മാറി ബബിൾ ചെയ്യാണ്ടിരിക്കുക. ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇൻവിജിലേറ്റർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുക. അതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ചാടി കയറിയിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ പഠിച്ചൊക്കെ തന്നെ വരുള്ളൂ. സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാവരും കവർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് വല്ലാണ്ട് ഒന്നും ചോദിക്കൊന്നുമില്ല. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് 1-2 ഒക്കെ കാണും കേട്ടോ. അത് എവിടുന്നാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ്, ഓൾ മൈ കൂട്ടുകാർ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് പഠിച്ചവർക്ക്, അതായത് നന്നായിട്ട് എഫേർട്ട് ഇട്ട് അത് വേണമെന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് എഫേർട്ട് ഇട്ടവർക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. തീർച്ചയാണ്, ദൈവം കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒരു ടെൻഷനും വേണ്ട. എല്ലാവരും കൂളായിട്ടിരിക്കുക കേട്ടോ. ജാവ വെരി സിമ്പിളാണ്. അപ്പോൾ ഇനി നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടെ കേട്ടോ, നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നിങ്ങൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ബെബ്കോ LD, കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ VFA, CPO, WCPO ഇതിനുള്ള കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഞാനതിൻ്റെ ക്ലാസ് 24th കഴിഞ്ഞിട്ട് ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നമ്മൾ ക്ലാസ്സുകളെല്ലാം കവർ ചെയ്ത് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ താങ്ക് യു.